ഹായ് ഗെയ്സ്, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ യാത്ര പോയതാണ്. കോഴിക്കോട് ബീച്ച്, മടവൂർ, പാറപ്പള്ളി അങ്ങനെ യാത്ര പോയതാണ്. രാവിലെ 6:30 ആയപ്പോഴാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. രാവിലെ തന്നെ ആയതുകൊണ്ട് വലിയ നേരത്തെ എണീറ്റിരുന്നു. അപ്പോൾ പിന്നെ മോളും വണ്ടിയിലിരുന്ന് ഉറങ്ങിയിരിക്കണം. നല്ല ഉറക്കാണ്. നമ്മൾ മടവൂരെത്തിയിട്ടുണ്ട്. അതൊന്നും വീഡിയോസ് നമ്മൾ എടുത്തിട്ടില്ല, ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തിട്ടുള്ളൂ. ലിയക്ക് ടോയ്സ് വേണമെന്ന് പറഞ്ഞാൽ ടോയ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അതൊക്കെ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കണം. ഒരു മിഠായി ഉണ്ടായിരുന്നു, ആ മിഠായി ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കണം. പിന്നെ അവിടുന്ന് അവർക്ക് കോൺ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അവരതൊക്കെ തിന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെ കണ്ടത് നമ്മളെ പഴയ കാലത്തെ മിഠായികളാണ്. നമ്മളൊക്കെ കഴിച്ചീന് അന്നത്തെ മിഠായികളൊക്കെ കുറേ ഉണ്ട് അവിടെ. പുളിച്ചാറുണ്ട്, പുൽപ്പൊടി ഉണ്ട്, അങ്ങനെയുള്ള കുറേ മിഠായികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ നമ്മളൊക്കെ പഠിച്ചെന്നൊക്കെ അതിന് വില നേരുന്നത് 50 പൈസ 25 പൈസയൊക്കെയാണ്. അപ്പോൾ അതിന് 2 രൂപ 5 രൂപ ഒക്കെയാണ്. പിന്നെ അവിടെ ഞങ്ങൾ പോന്ന്. പിന്നെ അവിടെ നേരെ ഞങ്ങൾ പാറപ്പള്ളിക്കൊക്കെയാണ് പിന്നെ പോയത്. പാറപ്പള്ളിയിലെത്തിയപ്പോൾ പിന്നെ ഞങ്ങൾ ഉപ്പിലിട്ടതൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അങ്ങനെ വാങ്ങിച്ച് തിന്ന്. ഇതിലേക്ക് മിഠായി വേണം, ഉപ്പിലിട്ടത് വേണം, അങ്ങനെ ഓരോന്നും അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയോ, നമ്മളൊക്കെ പണ്ട് സ്കൂളിൽ ഒക്കെ പോയെന്ന് തിന്നീനൊരു ഇതാണ്. ഇത് നമ്മളിങ്ങനെ കല്ലുകൊണ്ട് കുത്തി പൊട്ടിച്ച് കണ്ട് അതിനുള്ളിലുണ്ടാവും ഒരു പരിപ്പ്, അണ്ടിപ്പരിപ്പ്. അത് കഴിക്കുക. പക്ഷെ ഞങ്ങളതൊന്നും തിന്നിട്ടൊന്നുമില്ല, അവിടെ അത്ര വൃത്തിയില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങളെടുത്ത് തിന്നൊന്നുമില്ല. പിന്നെ ഞങ്ങളെല്ലാവരും പാറപ്പള്ളിക്കൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മൂന്നും റിച്ചൊക്കെ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഉമ്മാൻ്റെ ആങ്ങളുടെ പേരക്കുട്ടിയാണ്. അവിടെ ഇങ്ങനെ ഓടുന്നുണ്ട്. ഞങ്ങളാണ് ഫസ്റ്റ് എത്താറുണ്ട്. അവരങ്ങനെ വേഗം പോകുന്നുണ്ട്. ഇല്ല നടക്കുന്നുണ്ട്. ഇന്നെടുക്കെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പാറപ്പള്ളിയിൽ മക്കാമിൽ സിയാറത്തൊക്കെ ചെയ്ത് അങ്ങനെ അവിടെ തന്നെ ഒരു ബീച്ചുണ്ടായിരുന്നു, പാറപ്പള്ളീൻ്റെ അടുത്ത് തന്നെ. ആ ബീച്ചിലൊക്കെ പോയി. നമുക്കവിടെ ഇറങ്ങാനൊന്നും പറ്റില്ല, കുട്ടികൾ ജസ്റ്റ് ഒന്ന് കാലിൽ വെള്ളമൊക്കെ ഇറങ്ങാണ്ട് അങ്ങനെ അവിടെ അങ്ങനെ ജസ്റ്റ് അങ്ങനെ നിൽക്കുക. പിന്നെ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് പോകും. ഭയങ്കര വെയിലാണ്, സമയം 3 മണിയാണ്, നല്ല വെയിലും ഇതായിട്ട് വേഗം പോയി. അവിടെ നിന്ന് അങ്ങനെ പോന്നു. പിന്നെ ഞങ്ങൾ കോഴിക്കോട് ബീച്ചിലേക്ക് എത്തി. അവിടെ എത്തിയപ്പോൾ എല്ലാവർക്കും കുട്ടികളൊക്കെ വണ്ടിയിൽ നിന്ന് ഉറങ്ങിക്കണം. അപ്പോൾ ആ ഒരു ഇതിലങ്ങനെ ഇരിക്കണം, ഒരു 3 ആൾ. കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ഇരുന്ന് പിന്നെ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ നടക്കാൻ തുടങ്ങി.
പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ നടന്നു പോയപ്പോൾ കുറേ കച്ചവടക്കാരുണ്ട് അവിടെ അങ്ങനെ ഇരിക്കണം. അപ്പോൾ അടുത്ത് വിലയൊക്കെ ചോദിച്ചപ്പോൾ ഭയങ്കര വില, ഓരോന്നിനും 100 അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞങ്ങളൊന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ കണ്ടിങ്ങനെ പോയി. പിന്നെ എല്ലാവരും ബീച്ചിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികളൊക്കെ അവർ ഉറങ്ങിയോണ്ട് അവർക്ക് വലിയൊരു ഉഷാറില്ല, എന്നാലും അവരിങ്ങനെ ഇറങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ബീച്ചിലൊക്കെ കളിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ ചേട്ടൻ്റെ ഐസ്, അതേപോലെ ഉപ്പിലിട്ടത് അതൊക്കെ ഇങ്ങനെ വാങ്ങി തിന്നു തുടങ്ങി. എനിക്ക് ചേട്ടൻ്റെ ഐസൊന്നും വേണ്ട, എനിക്ക് മാങ്ങ മതിയായിരുന്നു. അവൾ മാങ്ങ തിന്നുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. കുറേ ഉണ്ട് ഉപ്പിലിട്ടത്, ഇവിടെ നെല്ലിക്കുണ്ട്, മാങ്ങ ഉണ്ട്, പിന്നെ പപ്പായ ഉണ്ട്. അവിടെ ഇവർ മൂത്തമ്മയും ഇമ്മയൊക്കെ അതിൻ്റെ മസാല ഉണ്ടാവുമല്ലോ അത് മാത്രം എടുത്ത് തിന്നുന്നുണ്ട്. അത് നല്ല ടേസ്റ്റ് ഉണ്ട് അറിഞ്ഞുകൊണ്ട്. പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ രാത്രിയൊക്കെ ആവാൻ നേരത്ത് വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഞങ്ങൾ അവിടുന്ന് പോന്നു. ഈ വീട്ടിലേക്ക് പോകാറുണ്ട് പോന്നു. നമ്മൾ അതിൻ്റെ അടിയിൽ നിന്ന് രാവിലത്തെ ചായ, ഉച്ചക്കത്തെ ചോറ് അതൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോയില്ല കേട്ടോ. അതൊന്നും നമ്മൾ വീഡിയോസ് എടുത്തിട്ടില്ല. അതൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കണ്ട് കൊണ്ടുപോയതായിരുന്നു. അതൊക്കെ നമ്മളവിടുന്ന് കഴിച്ചിരുന്നു. അതൊന്നും നമ്മൾ വീഡിയോസ് എടുത്തിട്ടില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ പോന്നു. അങ്ങനെ രാത്രി 8 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ വീട്ടിലെത്തിയത്. അപ്പോൾ രാത്രി യാത്ര ചെയ്യാൻ നല്ല രസമല്ലേ, ലൈറ്റൊക്കെ ഇങ്ങനെ കണ്ട് യാത്ര ചെയ്യാൻ. അങ്ങനെ ലാസ്റ്റ് നമ്മളെ വീട്ടിലെത്തി. അത്രേ ഉള്ളൂ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.